ലോൺ ആപ്പിൽ ഇത് ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത്. ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ചിലപ്പോഴും അതിൻ്റെ പേരിലായിരിക്കും ഓഫീസിലേക്ക് വിളിച്ചത്. ആ ഓഫീസിൽ എന്ത് നടന്നു അത് ഇത്രയും 9 ദിവസമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കത് അവിടെ എന്താണ് നടന്നത്, അവിടെ ഉള്ള അതായത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേരെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും പറയുന്നത് ലോൺ ആപ്പിൻ്റെ പേരിലാണ്. അത് ഈ 15,000 രൂപയ്ക്കൊക്കെ മരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 15,000 രൂപ ആകെ ലോൺ ആപ്പിൽ പറയുന്നല്ലേ? അതെ. എപ്പോഴെങ്കിലും ഈ കണ്ണൂർ ദന്തർ കോളേജിന്റെ അതൊരു സ്വാശ്രയ കോളേജാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കോളേജിലെ മാനേജ്മെന്റ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല. നിങ്ങൾ അവരോട് അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ ഒരിത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. കാര്യം ഞങ്ങൾ അവരെ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കൂടുതൽ ആ കോളേജിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ല സാർ. ഞാൻ പോകാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ പാരൻസ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പിന്നെ അത് കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അമ്മയുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞാനാണ് കൂടുതലും, ഞാനും അച്ഛനും കൂടെയാണ് മാറി മാറി നിന്നത്. അപ്പോഴെനിക്ക് അതിൻ്റെ ഇത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ഈ ഭൗതിക ശരീരം വീട്ടിലെത്തിയതിനു ശേഷവും ഒരാളും നിങ്ങളുടെ വീട്ടിലേക്ക് മാനേജ്മെന്റിൽ നിന്ന് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. എത്തിയിട്ടില്ല. ഒരു അധ്യാപകൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇതുവരെ വിചാരിച്ച അതായത് 2-3 ദിവസത്തിന് മുന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. ടീച്ചറല്ല അതായത് അവിടെ പഠിപ്പിക്കുന്ന മാം അല്ല വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇവൻ്റെ ക്ലാസ്മേറ്റായ ആർച്ച എന്നുള്ള ഒരു ക്ലാസ്മേറ്റ് തന്നെയാണ് ഞങ്ങളുടെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് അമ്മയാണ് ഫോൺ ചെയ്തിട്ട് പറയുന്നത്, ഇതിനൊരു അപകടം പറ്റിയിട്ടുണ്ട്, ICUലാണ്, ആക്സിഡൻ്റ് ആയി ICUലാണ്. ഞങ്ങൾ പോലും അറിയുന്നത് വാർത്ത കണ്ടിട്ടാണ് ഞങ്ങളുടെ അനിയൻ്റെ മരണം ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്തോരം ഞങ്ങൾ അറിയുന്നില്ല. ആ 1 മണി ടൈമിലൊക്കെ അവിടെ എന്ത് നടക്കുന്നൊന്നും അറിയുന്നില്ല. 11:30 വരെയും കോൾ ചെയ്തു ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ 11:30 സംസാരിച്ചായിരുന്നു. ഫുഡ് എപ്പോഴും വിളിക്കുമായിരുന്നു. 9-ാം തീയതി വരെയും രാത്രി ഒരു 11:30 വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. രാവിലെ സംസാരിച്ചു, അതായത് ഫുഡ് കഴിക്കാൻ പൈസ വേണം എന്നുള്ളതിൽ സംസാരിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ജോലിയുടെ തിരക്കായതുകൊണ്ട് ഞാനങ്ങ് പോയി. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്, അതും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, ഇത് ചേച്ചി അച്ഛൻ്റെ നമ്പർ ഒന്ന് എനിക്ക് അയച്ചു തരാമോ, നിതിനൊന്ന് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോഴും ആക്സിഡൻ്റ് ആയ ICUലാണ്. എന്ത് പറ്റി എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് അപ്പോഴും അറിയാം. ഇവൻ്റെ അതെ, അത് ഇൻസ്റ്റ വഴിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. നിതിൻ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി ICUലാണ്, അച്ഛൻ്റെ നമ്പർ ഒന്ന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ എന്ത് കാരണം, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ആ സമയത്തൊക്കെ അനിയൻ മരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അറിയുന്നില്ല.